എന്റെ പേര് ബിജു എന്നാണ്. പരപ്പനങ്ങാടിയാണ് സ്വദേശം. ഒരു 25 മരക്കാർ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു 25 വർഷത്തിലധികമായി കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന 2 കമ്പനികളുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ കാക്കഞ്ചേരി ഇൻഫ്രാ ടെക്നോ പാർക്കിന്റെ ഒരു മാർക്കറ്റിംഗ് വിഭാഗത്തിലായിരുന്നു. വേറൊന്ന് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കമ്പനിയുടെ കേരളത്തിന്റെ റീജിയണൽ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തില് ഡയറക്റ്റ് സെല്ലിംഗ് മേഖല അല്ലെങ്കിൽ MLM അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു കാരണവശാലും സ്വീകാര്യമല്ലാത്ത ഒരു മനസ്ഥിതി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഒരു കാരണവശാലും അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു വെച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്ന മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ മീറ്റിങ്ങുകൾ എന്റെ മാനേജേഴ്സിന്റെ ഒക്കെ 200 ആളുടെ 150 ആളുടെ ഒക്കെ മീറ്റിംഗ് വെക്കുമ്പോൾ അതിൽ നമ്മൾ സാലറി ഇൻസെന്റീവും കൊടുക്കുന്ന സ്റ്റാഫുകളായിരിക്കും അതിനകത്ത് ഉണ്ടാകുക. പല പ്രാവശ്യം ഞാൻ ആ മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നാട്ടില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണി ചെയിൻ പോലത്തെ ഒരുപാട് ബിസിനസ്സുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സിൽ എന്റെ ഈ മുമ്പിലിരിക്കുന്ന എന്റെ ടീമിൽ ആരെങ്കിലും ജോയിൻ ചെയ്ത് എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ ടെർമിനേഷൻ ആണ് കിട്ടുക എന്ന് വാണിംഗ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് പ്രാവർത്തികമാകുകയും ചെയ്തു. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബലിൽ തന്നെ ഞാൻ വരുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് എന്റെ ഒരു മാനേജർ ജോയിൻ ചെയ്തു. അതിന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടി. അത് എന്റെ ടീമിൽ തന്നെയുള്ള പലരെയും അദ്ദേഹം ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ എന്താ പറയാ പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഞാൻ പറയാം. പെടുത്താൻ ശ്രമിച്ചു. അതിന്റെ വിവരങ്ങൾ കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ടെർമിനേഷൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു അവസരം എന്താണെന്ന് സത്യത്തിൽ പഠിക്കാൻ ഞാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്താണ് നമ്മള് ഒരു കൺസെപ്റ്റ്, ഒരു അതിനൂതനമായ കാലഘട്ടത്തിനനുസൃതമായ ടെക്നോളജികള് നമ്മുടെ ലോകത്ത് വരുമ്പോൾ ആ ടെക്നോളജികളുടെ പിന്നാലെ നമ്മൾ പോകുന്നില്ലെങ്കിൽ, അതായത് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, കാലത്തിനനുസരിച്ച് പോകാൻ തയ്യാറാകാത്ത ആളുകളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പറയുന്നത്. ശരിക്ക് അങ്ങനത്തെ ഒരു വിഡ്ഢിത്തരം ചെയ്ത വ്യക്തിയാണ് ഞാൻ ആദ്യം തന്നെ. അതുകൊണ്ട് എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അതായത് ഏകദേശം 10 വർഷത്തിലധികം എന്നുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന, ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്ന എന്റെ ജ്യേഷ്ഠ തുല്യനായ ഒരു വ്യക്തി, തിരൂർ സ്വദേശി ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരു ദിവസം വിളിക്കുകയും എന്നെ ഒന്ന് കാണണമെന്ന് പറയുകയും ചെയ്തപ്പോ, അദ്ദേഹത്തിനെ കാണുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തിരൂരേക്ക് വരാം, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, തിരൂരേക്ക് വരുമ്പോ കണ്ടാ പോരാ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ കൂടി കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്, അപ്പം നമുക്ക് പരപ്പനങ്ങാടി വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകുന്നില്ല, അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി പരപ്പനങ്ങാടിയിലേക്ക് വരികയാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, എന്നാ പിന്നെ ഞാൻ തിരൂരേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. അദ്ദേഹം നാട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. അദ്ദേഹം പരപ്പനങ്ങാടിയിലേക്ക് ഒരു സമയം പറഞ്ഞു. ആ സമയത്ത് എത്തി അവിടുന്ന് എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ടൗണിലുണ്ട്, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബേക്കറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂൾ ബാറിലോ ഇരുന്ന് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അല്ല, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കാനുള്ളത്, എനിക്ക് താങ്കളുടെ വീട്ടിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു. ഞാനും അദ്ദേഹവും കൂടി പരപ്പനങ്ങാടി ടൗണിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. ഇതാണ് തുടക്കം. ഈ ഒരു ആ ഒരു ഇൻട്രൊഡ്യൂഷൻ തന്നെ നീട്ടിക്കൊണ്ടായാൽ നമുക്ക് വളരെ കുറച്ച് സമയമേ. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് വളരെ സ്പീഡിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് തുടക്കം. ഈ തുടക്കം അദ്ദേഹം വീട്ടിൽ വരുമ്പം അദ്ദേഹത്തിന്റെ കൂടെ ഒരു വ്യക്തിയെ കൂടി ഞാൻ കണ്ടു. അദ്ദേഹം അതിമനോഹരമായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്, വളരെ ടിപ്പിലാണ്. ഒരു മാർക്കറ്റിംഗ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആള് എന്നുള്ള നിലക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിനെ ഉടനെ വിലയിരുത്തി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്, എന്തെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് അങ്ങോട്ട് ചോദിച്ചു. കാരണം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് ഫീൽഡിലെ ഒരാൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം.
അപ്പൊ പറഞ്ഞു അതേലോ, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ വരവും നിങ്ങളുടെ ഒപ്പമുള്ള ആളുടെ ആ ശൈലി കാണും. നിങ്ങളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ 10 വർഷമായിട്ടുള്ള നമ്മളുള്ള ബന്ധം കൊണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ഒപ്പമുള്ള ആള്, പക്ഷെ ആ ആളെ നിങ്ങൾ അറിയുന്ന ആളാണ്, നമുക്കെല്ലാം ഇന്ന് വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന വ്യക്തിയാണ് അദ്ദേഹം. യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു വ്യക്തിയാണ്. അൽത്താഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് ID NTC ആണ്. അപ്പൊ അദ്ദേഹം അതേപോലെ അന്ന് പ്ലാൻ പറയാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റും പ്ലാനും ഒക്കെ ഉള്ള ഒരു ബുക്ക് ഓപ്പൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ആ ബുക്ക് ഒന്ന് അടച്ചു വെക്കൂ, നമുക്ക് കാപ്പി കഴിക്കാം എന്ന് പറഞ്ഞു. കാപ്പി കഴിച്ചു. എന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, ശശിധരൻ സാറ്, ശശിയേട്ട എന്നാണ് ഞാൻ വിളിക്കാറ്, ശശിയേട്ട ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചിട്ടാണോ ഏറ്റെടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ബിജുയേട്ടാ ഞാൻ ഏകദേശം ഒരു 6 മാസമായിട്ട് ഇതിന്റെ പിന്നാലെ ഗവേഷണം നടത്താണ്ട് ഞാൻ ഐഡിയ അടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നലെയാണ് ഐഡിയ അടിച്ചത്. എനിക്കിത് 100% ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഐഡിയ അടിച്ചത്. ഇത് ഒരിക്കലും ഒരു മണി ചെയിൻ സിസ്റ്റം അല്ല. ഇത് ബിജുയേട്ട പഠിക്കണം. കാലത്തിന്റെ ടെക്നോളജിയാണ്. ഇനിയുള്ള കാലം ഇത് ചെയ്യാതിരിക്കുന്നവൻ പമ്പര വിഡ്ഢിയാണ്. നമ്മള് എന്തെങ്കിലും തെറ്റായ ഒരു മനസ്സിൽ ഒരു ധാരണ വെച്ചുകൊണ്ട് ബിജുയേട്ടൻ ഇതിനെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ശശിയേട്ടൻ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് എവിടെയാണ് ആ ഫോം തന്നാൽ മതി, ബാക്കി പ്ലാനും കാര്യങ്ങളും നമുക്ക് ക്രമേണ നമുക്ക് ഇതിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ പഠിക്കാം. പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പഠിച്ചോളാം, ഫോം തന്നാൽ മതി, ഞാനിപ്പോൾ ഒപ്പിട്ട് തരാമെന്ന്. സത്യത്തില് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഞങ്ങളുടെ വീടുകളിലാണെങ്കിൽ വിളക്ക് വെക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് എന്തുകൊണ്ട് എന്റെ നാവിന് അങ്ങനെ പറയാൻ സാധിച്ചു എന്നുള്ളതിന് 1000 പ്രാവശ്യം അല്ല, കോടി പ്രാവശ്യം സർവശക്തനോട് ഞാൻ എപ്പോഴും സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനോട് പറയായിരുന്നു, നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ്, ഞാൻ നിങ്ങളെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ട് കാണുന്ന വ്യക്തിയാണ്, ഞാനിതൊന്ന് പഠിക്കട്ടെ, എനിക്ക് ഇങ്ങനത്തെ ബിസിനസ്സിനോട് താല്പര്യമില്ല, ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. പക്ഷെ എന്തോ ആ സമയത്ത് ആ ഒരു സമയത്തിന്റെ പ്രാധാന്യമാണ്. കാരണം നമുക്കറിയാം ആ ഒരു സമയം, നമ്മുടെ ആ മഗ്‌രിബ് സമയം, വിളക്ക് വെക്കണ സമയം എന്ന് പറയുന്നതിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ആ സമയത്ത് എന്റെ നാവിൽ വന്ന വാക്ക്, നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ആ ബിസിനസ്സിൽ താല്പര്യമുണ്ട്, ഫോമിൽ ഒപ്പിട്ട് തരാം, ബാക്കി പ്രൊഡക്റ്റും പ്ലാനും നിങ്ങളുടെ ബിസിനസിന്റെ ലാഭവും നഷ്ടവും ഇതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയാനുണ്ടായത്. ദൈവത്തിന് സ്തുതി ഒരിക്കൽ കൂടി നേരെയാണ്. കാരണം ഭയങ്കര അത്ഭുതകരമായിട്ട് ആ നാവിനെ കൊണ്ട് ആ പറയിപ്പിച്ച ആ സർവശക്തനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. പിന്നീട് ആ യാത്ര, എറണാകുളത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പിറ്റേന്ന് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾ ജോയിൻ ചെയ്യാൻ തയ്യാറായാൽ 2ാമത്തെ ദിവസം മുതൽ നമുക്കറിയാം പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ ഉത്തരവാദിത്വം. അത് അന്ന് ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല, പക്ഷെ പ്രോഗ്രാമുകൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് അന്നും അറിയാം. ആ പിറ്റേന്ന് എന്നോട് പറഞ്ഞു, എറണാകുളം അഭിഷേക് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് നമുക്കൊന്ന് പോകണം. ഞാൻ എന്റെ വൈഫിനെയും കൂട്ടി ഞങ്ങൾ ആ പരിപാടി പങ്കെടുത്തു. വൈഫും കൂടി അറിയണം ഞാൻ പുതിയതായിട്ട് എന്ത് സംരംഭത്തിലാണ് ജോയിൻ ചെയ്തതെന്ന്. എന്റെ വീട്ടിൽ അറിയണല്ലോ, വീട്ടുകാരുടെ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് വേണമല്ലോ. ആ ധാരണയിൽ ഞങ്ങൾ 2 കൂടി യാത്ര ചെയ്തു. ആ ഫംഗ്ഷൻ പോയി. അവിടെ ഭയങ്കരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. സത്യത്തില് അവിടുന്ന് ഞാൻ ശക്തമായ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഈ ബിസിനസ് ചെയ്യണം. പക്ഷെ എന്റെ ജോലി എനിക്ക് തൽക്കാലം ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വളരെ പാർട്ട് ടൈം ആയിട്ട് എന്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ, മനുഷ്യന് ഏറ്റവും വലിയ വിഷയം നമ്മൾ പ്ലാൻ പറയുമ്പോഴൊക്കെ പറയുന്ന പോലെ ആരോഗ്യവും സമ്പത്തും കഴിഞ്ഞാൽ പിന്നത്തെ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. ഈ സമയമില്ല എന്ന് പറയുന്നതാണ് പലരുടെയും ജീവിതം അവസാനം ഒന്നും അല്ലാതെ നഷ്ടപ്പെടുന്നതിന്റെ കാരണം. സമയം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം തമ്പുരാൻ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ വീതം വെച്ച് നൽകിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ ആ ഒരു വിശ്വാസം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന ആളാണ്. കാരണം ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ആളുകൾക്കും ഒരു പണിയില്ലാത്ത ആളുകൾക്കും ദൈവം കൃത്യമായി വീതം വെച്ച് നൽകിയതാണ് സമയം, യാതൊരു സംശയമില്ല. അപ്പം സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല, ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല, അത് ഒരു മടിയന്റെ ലക്ഷണമാണ് എന്നാണ് ഞാൻ വിചാരിക്കാറ്. അപ്പം ഞാൻ പറഞ്ഞു, എന്റെ ബാക്കി സമയങ്ങൾ, അതായത് ഞാൻ
എന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്ക് ഏകദേശം കേരളത്തിൽ അന്ന് 28ഓളം ഓഫീസുകളുള്ള ഒരു കമ്പനിയുടെ റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ ആയതുകൊണ്ട് എനിക്ക് തിരക്കുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ബാക്കി സമയങ്ങൾ മാക്സിമം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തയ്യാറാണ്. ശശിയേട്ടന്റെ കൂടെ ചേർന്ന് നടക്കാലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ആ ഒരു ബിസിനസ് ഏറ്റെടുത്ത് സത്യത്തിൽ ഇന്ന് വലിയ ഒരു ടീമിനെ, ഒരുപാട് ശക്തമായ ഒരു ടീമിനെ, അതിനകത്ത് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതിനകത്ത് കോളേജ് അധ്യാപകരുണ്ട്, കോളേജ് പ്രിൻസിപ്പാൾ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഇങ്ങനെ വിവിധ തരം ആളുകളെ നമുക്ക് ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളും കൂടി കാരണമായി എന്നുള്ളതിന് കൂടി നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. കാരണം ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കി വെക്കുന്ന സമ്പത്തിൽ നിന്ന് എടുത്ത് സഹായിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് അതിലും വലിയ ഒരു കർമ്മമാണ് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് 100% എനിക്ക് പണ്ട് മുതലേ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു ബിസിനസിന്റെ. നമുക്കറിയാം, ഈ ഒരു ബിസിനസ്സില് ഇപ്പൊ നമ്മുടെ ഈ മീറ്റിംഗിൽ തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആ ഒരു പ്രസന്നത, അവരുടെ ആ വിശ്വാസം, പലരുടെ ആ ചിരി, ഇത് തന്നെയാണ് നമുക്കൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസത്തോടുള്ള ചിരി, ആത്മവിശ്വാസത്തോടുള്ള നമ്മളായിട്ടുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രതികരണം, ഇത് നമുക്ക് ജീവിതത്തിൽ, കാരണം നമ്മൾ ഒരു ബിസിനസിന്റെ മീറ്റിംഗിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ മിണ്ടൂല, അനങ്ങാതെ ഇരിക്കുകയാണ്, മാസിൽ പിടിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് എങ്ങനെങ്കിലും ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായത്തിൽ, കാരണം അതൊരു നിർബന്ധമാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഒരു കൂട്ടായ്മ, ഒരേ മനസ്സും ഒരേ ചിന്തകളുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഏതൊരു പ്രോഗ്രാമുകൾക്കും ഒരു വലിയ എനർജി ഉണ്ടാവും. നമ്മൾ തന്നെ സ്വയം അതിലേക്ക് നമ്മൾ തന്നെ പ്രാപ്തരായിക്കൊണ്ടിരിക്കും. എത്ര കഴിവില്ലാത്ത ആളുകളാണെങ്കിലും അതുമായി പ്രോഗ്രാമുമായി അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പ്രാപ്തരായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ കൈ കിട്ടിയത്. അത് മാത്രമല്ല, പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇതിന്റെ കൂടെ യാത്ര ചെയ്യാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മുടെ നിയോഗമായി മാറ്റിയെടുക്കണം. നമ്മുടെ നിയോഗമാണ് ഈ ഒരു അവസരം ഏറ്റെടുക്കേണ്ടതും ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ടതും. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളിൽ ഏൽപ്പിച്ച നിയോഗമാണ് എന്ന് നമ്മൾ സ്വയം എന്ന് കരുതാൻ തുടങ്ങണോ, അന്ന് മുതലാണ് ഇതിന്റെ വളർച്ച ഉണ്ടാകുക. നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജോലിക്ക് പോണത്. ഏതൊരു ജോലിക്ക് പോണ ആളും അയാൾക്ക് വേണ്ടി തന്നെയാണ് ജോലിക്ക് പോണത്, യാതൊരു സംശയവുമില്ല. കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തുക, അതായത് വീട്ടിലെ കാര്യങ്ങൾ നടത്തുക. ഒരു സങ്കുചിത മനസ്സിന്റെ ഉടമയായിട്ട് ഒരു ജോലിക്കാരൻ മാറുമ്പോൾ ഇവിടെ ഒരു വിശാലമായ മനസ്സുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ഒരു കൊടക്കീഴിൽ ഒരേ ചിന്തകളാണ്. കാരണം ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത 100 കണക്കിന് 1000 കണക്കിന് ആളുകളെ ഒരു കൊടക്കയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ 1, 2, 3 വർഷം കഴിയുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിലുള്ള പല ആളുകളെ നമുക്ക് ഒരു 3 വർഷം 4 വർഷം മുമ്പ് യാതൊരു പരിചയമോ യാതൊരു പരിചയപ്പെടേണ്ട ഒരു അവസരം പോലും ഉണ്ടാവുമെന്ന് കരുതാത്ത ആളുകളായിരിക്കാം പക്ഷെ നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ടായാലും നമ്മൾ ആ സ്നേഹം പങ്കുവെക്കുന്നതും ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകെട്ടും ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി ക്രിയേഷൻസും ആ ഒരു പങ്കുവെക്കലും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴും ആ ഒരു മനസ്സും ചിന്തകളും ഒറ്റ ഇതില് പോസിറ്റീവായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ശൈലിയും നമ്മുടെ സ്വഭാവവും എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, ആരോഗ്യപരമായ നേട്ടങ്ങൾക്കും പേഴ്സണാലിറ്റി പരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഞാൻ സത്യത്തില് ഈ ഒരു മേഖലയെ ജീവിച്ച വ്യക്തിയാണെങ്കിൽ പോലും ഏറ്റെടുത്തപ്പം ആദ്യമായിട്ട് എന്റെ മുമ്പിൽ ദൈവം സർവശക്തൻ കൊണ്ടുവന്ന അവസരം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ തന്നെ ഏറ്റവും മഹത്തായ
MI ലൈഫ് സ്റ്റൈലാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങളിലേക്ക് കടന്നുപോയി അതെല്ലാം പഠിച്ച് അതിലെല്ലാം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നഷ്ടങ്ങൾ വന്ന്, ഒരുപാട് ആളുകൾക്ക് നമ്മളെ കൊണ്ട് വിഷമങ്ങൾ വന്ന്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയതല്ല. സത്യത്തിൽ ആദ്യമായിട്ട് കിട്ടിയത് തന്നെ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 അവസരമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം കിട്ടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ്, ഏറ്റവും വലിയ കാര്യം. കാരണം ഈ ഒരു ബിസിനസ്സിന് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഇതൊരു സിസ്റ്റമാണ്. നമ്മൾ ഇതുവരെ ചെയ്തതല്ല. നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന പോലെ അല്ല ഇതൊരു ഉത്തരവാദിത്തമാണ്. ഇത് നമ്മള് മുഖേന അല്ലെങ്കിൽ നമ്മള് അവസരം കൊടുത്തിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവരോ അവരവസരം കൊടുത്ത് കടന്നു വരുന്നതുമായ വലിയൊരു കമ്മ്യൂണിറ്റിയോട് നമുക്കുള്ളൊരു ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ മഹത്തായ മറ്റൊരു കാര്യം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്, നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും ലീഡർമാരാണ്. ഞാൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. പക്ഷെ എന്റെയും കൂടി അറിവിലേക്കാണ് ഞാൻ പലപ്പോഴും പല വീഡിയോകളും ഒരുപാട് അറിവുള്ള ആളുകളുടെ വീഡിയോകളൊക്കെ കാണുന്നതും അത് കേട്ട് പഠിക്കുന്നതും. ഇതുപോലുള്ള ഏകദേശം ഇന്നിപ്പോ ഈ ഒരു ഫംഗ്ഷനിൽ തന്നെ ഏകദേശം 323 ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിയുമ്പം എന്റെയും കൂടി ഒരു വളർച്ചയ്ക്ക് എന്റെയും കൂടി അറിവ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അത്ര ആളുകളുടെ മുന്നിൽ നിൽക്കുന്നത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. നമുക്കറിയാം ബിസിനസ് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്രയും വേഗം ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മൾ ഓരോ സ്റ്റെപ്പുകളിലാണ് ഈ ബിസിനസ് ഉയർത്തുക. അങ്ങനെ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. STEP എന്നാണ് സ്റ്റെപ്പ് എന്നുള്ളതിന്റെ ഫുള്ള്. എന്താണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ S ഫോർ സ്ട്രാറ്റജി. ഒരു പ്ലാൻ ഉണ്ടാവണം, ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ഉണ്ടാകേണ്ടത്. ഒരു സ്ട്രാറ്റജി, എവിടെ എത്തിച്ചേരണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് തുടക്കത്തിലെ നമ്മുടെ ടീമിലേക്ക് വരുന്ന ആളുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എവിടെയാണ് എത്തിച്ചേരേണ്ട സ്ഥലം നമുക്കറിയാം. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം അറിഞ്ഞിട്ടായിരിക്കുമല്ലോ യാത്ര. നമ്മളിപ്പോ ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എറണാകുളം എന്നുള്ള സ്പോട്ട് ഞാൻ ഇവിടുന്നേ കാണുകയാണ്. ഞാൻ പോകേണ്ട സ്ഥലം ഞാൻ ഇവിടുന്നേ കാണുക. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ അവിടെ പോകേണ്ട ആ ബിൽഡിങ്, അതിൽ ഏത് റോഡിലാണ് പോകേണ്ടത്, ഇതെല്ലാം എന്റെ മൈൻഡിൽ കൂടി ഇവിടുന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ എത്തുന്നുണ്ടല്ലോ. അതുപോലെ ഈ ബിസിനസ്സിൽ എവിടെ എത്തിച്ചേരണം, നമ്മൾ ആരാകണം, നമ്മൾ മുഖേന ആരെയൊക്കെ എവിടെല്ലാം എത്തിക്കണം, നമ്മൾ ഒരാളുടെ ചിന്തയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ നമ്മൾ എന്താണ് ഇതിന്റെ ഉത്തരവാദിത്തം, ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തം എന്താണ് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ, സ്ട്രാറ്റജി, അതാണ് ഈ സ്റ്റെപ്പിന്റെ ആദ്യത്തെ S. മറ്റൊരു S T ആണ്. ടീം. നമുക്കറിയാം അഫ്കോഴ്സ് അത് ഒരു ടീം എന്നുള്ള നല്ല ഒരു ടീം ഉണ്ട്. അതായത് ഞാൻ എന്താണോ അത് എന്നെക്കാൾ ഉപരി പോസിറ്റീവ് ചിന്തകളും എന്നെക്കാൾ ഉപരി ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ വലിയ ഒരു സ്പിരിറ്റുള്ള ഒരു ടീം, എന്നെക്കാൾ കഴിവുള്ള ആളുകൾ എന്റെ ടീമിൽ വരിക എന്നുള്ളത് ആ ടീം സ്റ്റെപ്പിന്റെ രണ്ടാമത്തെ അക്ഷരമാണ് ടീം. നല്ലൊരു ടീം ഉണ്ടാക്കുക. ആ ടീമിന് വേണ്ടിയിട്ട് ടീമിന്റെ കൂടെ ടീമിൽ ഒരാളായിട്ട് ടീമിന്റെ അധിപനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ലീഡറായിട്ടോ അല്ലെങ്കിൽ അതിന്റെ അവരെ മാനേജ് ചെയ്യുന്ന ആളായിട്ടോ അല്ല, അവരിൽ ഒരാളായി നിന്നുകൊണ്ട് നമ്മുടെ വിവിധ കഴിവുകളുള്ള ഒരുപാട് ആളുകൾ വരുമ്പോൾ ആ കഴിവുകളിൽ പലർക്കും പല കഴിവായിരിക്കും. നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വേറൊരു കഴിവ്, ഒരാളായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും, ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് ഇത് മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ ഭയങ്കര കഴിവുണ്ടാവും, ചിലർക്ക് പ്രൊഡക്റ്റിനെ പറ്റി നോളജ് ഭയങ്കര കഴിവുണ്ടാവും, ചിലർക്ക് ഒരു സാധനം സെയിൽ ചെയ്യാനുള്ള കഴിവ്. ഇതിനൊന്നും ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടല്ല ഈ കഴിവുകളുണ്ട്. ഇതൊക്കെ സ്കില്ലുകളാണ്. ജീവിതത്തിൽ സ്കില്ലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുക്കൽ എങ്ങനെയാണ്? സ്കില്ല് ഉള്ള ആളുകളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സ്കില്ലുകൾ ഉണ്ടായി വരും എന്നുള്ളതാണ് സത്യം. അപ്പം രണ്ടാമത്തെ നല്ലൊരു ടീം ഉണ്ടാകുക എന്നുള്ള. അപ്പൊ സ്റ്റെപ്പിന്റെ S ഞാൻ പറഞ്ഞു. S എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രാറ്റജി, T എന്ന് പറഞ്ഞാൽ ടീം, മൂന്നാമത്തെ അക്ഷരം E ആണ്. E എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ടീമിനെ എക്സിക്യൂഷൻ ചെയ്യാം. അതായത് ടീമിലുള്ള
വിവിധ കാറ്റഗറിയിലുള്ള, വിവിധ സ്വഭാവ ശൈലിയുള്ള, വിവിധ സൗന്ദര്യ ശൈലിയുള്ള, വിവിധ സംസാര ശൈലിയുള്ള, വിവിധ ചേഷ്ടകളുള്ള, വിവിധ രീതിയിലുള്ള ആളുകളെ ഒരേ മനസ്സും ഒരേ രീതിയിലും ഒരേ ചിന്താഗതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു എക്സിക്യൂഷൻ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുക എന്നുള്ളതാണ്. അവരെ നമ്മൾ നമ്മൾ അവരെ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരു 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 ചിന്ത. ഞാൻ എന്റെ ഫോട്ടോസ്റ്റാറ്റാണ് എന്റെ ടീം, അല്ലെങ്കിൽ എന്റെ അപ്ലൈന്റെ ഫോട്ടോസ്റ്റാറ്റായി ഞാൻ മാറുക. അപ്ലയൻസ് എന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ ശശിയേട്ടൻ ജോയിൻ ചെയ്തതിന്റെ പിറ്റേന്ന് എന്റെ അടുത്ത് വന്നു എന്ന് പറയുമ്പോഴും സത്യത്തിൽ അദ്ദേഹം എന്റെ അപ്ലൈൻ ആയതുകൊണ്ട്, എന്നെക്കാൾ ഒരു ദിവസം മുമ്പേ ഈ ബിസിനസ്സിൽ കടന്നു വന്ന വ്യക്തി ആയതുകൊണ്ടും, അദ്ദേഹം 3 മാസത്തോളം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട വ്യക്തി ആയതുകൊണ്ടും, എന്തായാലും ഈ ഒരു അവസരത്തിനെ കുറിച്ചിട്ടും ഈ ഒരു ബിസിനസിനെ കുറിച്ച് എന്നെക്കാൾ അറിവ് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന കാര്യം ഉറപ്പല്ലേ. ആ ഉറപ്പ് വിശ്വസിക്കാൻ നമ്മള് വിശ്വസിച്ചിട്ട് അദ്ദേഹം എങ്ങോട്ടാണോ നമ്മളെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്, ആ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന്റെ ഒപ്പം യാത്ര ചെയ്ത് അദ്ദേഹത്തിനോളം വളരാന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെക്കാളും ഉയർച്ചയിൽ എത്തിയ ആളുകളോടൊപ്പം വളരാൻ നമ്മൾ പ്രാപ്തരാകുക. അതാണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എസും പറഞ്ഞു, ടിയും പറഞ്ഞു, ഇയും പറഞ്ഞു. ലാസ്റ്റ് പി ആണ്, സ്റ്റെപ്പിന്റെ ലാസ്റ്റ് അക്ഷരം പി ആണ്. പി എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും പ്രോഫിറ്റ്. ഇതിന്റെ പ്രോഫിറ്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സാമ്പത്തിക ഉയർച്ച മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ഒരു അവസരം അവർക്കുള്ളതല്ല. സാമ്പത്തിക നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സൈഡ് റിസൾട്ടാണ്, അതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനമാണ് സാമ്പത്തിക നേട്ടം. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കുന്ന ഒരാൾ സത്യത്തിൽ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ സമ്പത്ത് ഉണ്ടാകുന്നത് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അനന്തര ഫലമാണ്. നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന്റെ അനന്തര ഫലമാണ് സമ്പത്ത് ഉണ്ടാകണം, അല്ലെങ്കിൽ പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുമ്പോൾ, ഒരു ടീമിനെ എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോൾ, ഒരു ടീമിനെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, നമ്മൾക്ക് പേഴ്സണാലിറ്റി ഉള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കുക, അതെല്ലാം നമ്മുടെ പ്രോഫിറ്റാണ്. നമ്മുടെ കുടുംബം ആരോഗ്യമുള്ള കുടുംബമാക്കി മാറ്റുക, നമ്മുടെ ഏരിയയിൽ നമ്മുടെ തൊട്ട അയൽവാസികളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയുക. ഇതിനൊക്കെ പ്രോഫിറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. സ്റ്റെപ്പിന്റെ അവസാനത്തെ അക്ഷരമാണ് പി. ഇതാണ് പ്രോഫിറ്റ്. അല്ല നിനക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് കിട്ടി, എന്റെ അക്കൗണ്ടിൽ എന്ത് വന്നു, ഞാൻ റീറ്റെയിൽ ചെയ്തിട്ട് എന്ത് വന്നു, അതൊരു ലാഭം എന്ന് മാത്രം മലയാളത്തിൽ പറയാം. അത് കച്ചവടം ചെയ്യുമ്പോഴുള്ള ലാഭം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് അത് മാത്രമല്ല, അത് അതിന്റെ ഒരു സൈഡ് റിസൾട്ടായിട്ട് മാത്രം കാണും. അതിനു വേണ്ടിയിട്ട് ആരും ഈ ജോലി ചെയ്യുക എന്നുള്ള ഒരു കൃത്യനിർവഹണത്തിന് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം വളരെ സങ്കുചിത മനസ്സിന്റെ ഉടമയായി. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു STEP സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു സംഭവം തന്നെ ആണെങ്കിലും ഞാൻ അതൊന്നും കൂടി ഇവിടെ പറഞ്ഞെന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ഒരു സംഭവം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അത് അറിയൂല. പക്ഷെ ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അത് ഒന്നും കൂടി പറയുമ്പോൾ ഒന്നും കൂടി എന്റെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങിയിട്ട് ഒന്നും കൂടി അത് ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് എന്നെക്കാൾ കഴിവുള്ള ഒരു പറ്റം ആളുകളുടെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ഈ ബിസിനസിന്റെ വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 5 Pകളാണ്. 5 P's എന്ന് പറയും. 5 P's, 5 Pകൾ. 5 Pകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തെ P പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാണ്. നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എത്രത്തോളം മനോഹരമാണ്, അത് എത്രത്തോളം ആളുകൾക്ക് എന്തെല്ലാം രീതിയിൽ പ്രയോജനം ചെയ്യണം. അത് നമുക്ക് നാട്ടിൽ പല പ്രൊഡക്റ്റുകളുണ്ട്. അത് ആളുകൾക്ക് വലിയ ഗുണമില്ലാത്തതോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ വിഷമങ്ങൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ നമുക്കറിയാം. അപ്പം നമുക്ക് ഒരു കച്ചവടം എന്നുള്ള നിലക്ക് പലരും ലഹരി കച്ചവടം ചെയ്യുന്നുണ്ട്. അത് സത്യത്തില് ഒരു മനോഹരമായ പ്രൊഡക്റ്റ് അല്ലാന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ലാഭം മാത്രം മോഹിച്ചിട്ടായിരിക്കും പലരും അതിന്റെ പിന്നാലെ പോണത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? വരാൻ പോകുന്ന ഒരു തലമുറ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ
അമിതമായ കടന്നുകയറ്റവും വളർച്ചയും പുതിയ അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ, അവരിപ്പോൾ നിലനിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങുകളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ പൊന്നും വില കൊടുത്ത് വീണ്ടും വാങ്ങിക്കൊണ്ട് അവിടെ ഭയങ്കര അത്യാധുനിക സൗകര്യത്തോടു കൂടി പുതിയ ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന പല മിഷനറികളും വെച്ചുകൊണ്ട് ഈ ഒരു സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് വലിയൊരു സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ, പുതിയൊരു തലമുറയെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ജീവിതത്തിൽ നമ്മൾ അതൊന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്? നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? അത് ഒരു സമൂഹത്തിന്റെ, ലോകാരോഗ്യ സംഘടന പോലും ഭാരതം പോലത്തെ ഒരു രാജ്യത്തിനോട് ആയുഷ് എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ ലോകാരോഗ്യ സംഘടന ഇത് എത്ര കാലമായിട്ട് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെ? ആ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു തന്നപ്പോ നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള വ്യക്തിയിൽ നിന്ന് തുടങ്ങി വലിയൊരു സമൂഹത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം, ആരോഗ്യപരമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെ മഹത്വം, ആ ഒരു പ്രൊഡക്റ്റിന്റെ മനോഹരാധ്യത, ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പി. രണ്ടാമത്തെ പി എന്ന് പറഞ്ഞാല് പീപ്പിളാണ്. പീപ്പിള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീമാണ്. ഒരു വലിയൊരു സമൂഹം, ഒരു സമൂഹത്തിനെ സാമ്പത്തികമായി ആരോഗ്യമായി ഉയർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഇതിന്റെ ഉത്തരവാദിത്വം. അപ്പം ശക്തമായ ഒരു ടീം എന്റെ പ്രത്യേകത. നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ പിടിച്ചിട്ട് എങ്ങനെങ്കിലും ഒരു 10,000 രൂപയുടെ ക്ലോസിങ്, അല്ലെങ്കിൽ ഒരു 15,000 രൂപയുടെ ക്ലോസിങ്, അല്ലെങ്കിൽ ഹോം ഷോപ്പിൽ ക്ലോസിങ് എന്നുള്ള മൈൻഡ് വിട്ടിട്ട് അദ്ദേഹത്തിനെ ഒരു ടീമിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കുക. അദ്ദേഹം നമ്മളുടെ മൈൻഡിന്റെ ഉള്ളിലുള്ള ഈ ഒരു ചിന്താഗതിയെ, ഈ ഒരു ആശയത്തെ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ആ ആശയത്തിനെ കടന്ന് കയറ്റി കൊണ്ടുവന്ന് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആണ് പീപ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരു ടീം. പല ആളുകളും ഈ ബിസിനസ്സിൽ വരും, ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയും 3 ആഴ്ച കഴിയും എനിക്കൊന്നും കിട്ടുന്നില്ല, പരാതികളുടെ പൂരം മാത്രമായിരിക്കും. എന്ത് കിട്ടണു? സത്യത്തില് ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ അവര് പറയുന്ന കിട്ടുന്നില്ല എന്ന് പറയുന്ന പണമാണ്. പണം മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പ്രോസസ്സാണ്. പ്രോസസ് എന്ന് പറയുന്നത് ഇതിന്റെ സെയിൽസ് സിസ്റ്റം. നമ്മളൊരു പ്രൊഡക്റ്റ്, നമുക്കറിയാം, ഞാനൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ ഹോം മീറ്റിംഗ്, ഹെൽത്ത് മീറ്റിങ്ങുകളും പല 1-to-1 പോകുമ്പോൾ പല വീടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്ന വേർഡാണ്, ഇവിടെ കൊണ്ടുവന്ന് സാറേ ഇവിടെ 2-3 സാധനങ്ങൾ തന്നു, അത് കഴിച്ചോളി ഇത് കഴിച്ചോളി എന്ന് പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു 15,000 റുപ്യന്റെ സാധനം വാങ്ങും, ഇത് ബാഗിന്റെ അകത്ത് വെക്കും, എന്നിട്ട് ഒരു 10-15 വീട്ടിൽ പോകും. ഈ ബാഗിന്റെ അകത്ത് എന്താണോ ഉള്ളത് അത് അവിടെ കൊടുത്തിട്ട് അവരെ അടിച്ചേൽപ്പിച്ച് ഇത് കഴിച്ചോളൂ, ഇത് ഭയങ്കര സൂപ്പർ സാധനമാണ്, ഇത് നിങ്ങൾ കഴിച്ചോളൂ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗുണം കിട്ടും. എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്? ഒരാളെ സംബന്ധിച്ച് ആ ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു വീടിന് എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കി അത് പ്രോസസ് ചെയ്യാൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും അടിച്ചേൽപ്പിച്ച് അവിടെ കൊടുത്ത് അത് വേസ്റ്റായി അവിടെ കിടന്ന് സാറേ ഞാൻ പിന്നെ ഒരു ദിവസം ഉപയോഗിച്ച് അത് പിന്നെ ഒന്നിനും പറ്റില്ല, എന്താണ് അതിന്റെ കാര്യം എന്ന് പോലും എനിക്കറിയില്ല. ആ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണോ ഒരാൾക്ക് ആവശ്യം, ആ ആവശ്യത്തിനോട് ചേർന്നിട്ട് നമ്മൾ നിൽക്കണം. ചില ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ ടീമിലുള്ള പല ആളുകളെ ഒന്ന് ചേർത്ത് നിർത്താനാണ് ചിലപ്പോൾ നമ്മൾക്ക് അയാളുടെ മനസ്സിൽ കിട്ടുന്ന, എന്നെ ഒന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളതായിരിക്കും അയാളുടെ ആവശ്യം. അയാൾക്ക് പണത്തിനേക്കാളൊക്കെ പ്രാധാന്യം ഇതിലേക്കും. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു കച്ചവട മൈൻഡ് മാത്രമുള്ള ഒരാളായി ഒരിക്കലും മാറരുത്. ആ പ്രോസസ്സിങ് കറക്റ്റ് ആയിരിക്കണം. ഒരു കച്ചവടക്കാരനാണ് എന്നുള്ള ധാരണ അല്ല. നമ്മളൊരു കച്ചവടക്കാരനല്ല. സത്യത്തില് നമ്മൾ വലിയൊരു സമൂഹത്തിനെ സാമ്പത്തികമായി ആരോഗ്യമായി ഉയർത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മൈൻഡിൽ എപ്പോഴും വേണം. അതിനു വേണ്ടിയിട്ട് പ്രോഗ്രാമുകളുള്ള മാക്സിമം പ്രോഗ്രാമുകളിൽ പോയി ഒരു പ്രോഗ്രാമിൽ നിന്ന് ഒരു നോളജ് എങ്കിലും കിട്ടാതെ നമുക്ക് എന്തായാലും പോരാൻ സാധിക്കില്ല. അത് നമ്മുടെ മൈൻഡിലേക്ക് കയറ്റുക, അത് നമ്മുടെ ടീമിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ഒരു കച്ചവടക്കാരനാകാൻ ശ്രമിക്കരുത്. ഒരു കച്ചവടക്കാരനല്ല നമ്മളൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതാണ് പ്രോസസ്സ് എന്നുള്ളത്. പിന്നെ നാലാമത്തെ പി എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ എന്ന് പറയുക. അതായത് ആ റൂട്ട് കറക്റ്റ് ചെയ്യുക. അതായത് ഇതിനൊരു റൂട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ടാങ്കിൽ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമ്മുടെ ഓരോ ബാത്റൂമിലും നമ്മുടെ വാഷ് ബേസിലും
നമ്മുടെ അടുക്കളയിലുള്ള സിങ്കിലും ഒക്കെ വരുന്നത് ഒരു പൈപ്പ്, ഒരു കൃത്യമായ ലൈനിൽ കൂടിയേ വരുള്ളൂ. ഏതിൽ കൂടിയെങ്കിലും ഒക്കെ ഇങ്ങോട്ട് അടുക്കളയിലേക്ക് ആ വെള്ളം വരൂല, ഏതിൽ കൂടിയെങ്കിലും ആ അടുക്കളയിലേക്ക് ആ ബാത്റൂമിലേക്ക് ആ വെള്ളം വരൂല, ഏതിൽ കൂടിയെങ്കിലും ഒന്നല്ല അത് വരിക. അതിന് കൃത്യമായ ഒരു പൈപ്പ് ലൈൻ, ഒരു റൂട്ട് വേണം. ഏതിൽ കൂടിയാണ് ആ വെള്ളം പോകേണ്ടതെന്നുള്ളതിന് ആ പൈപ്പ് ലൈൻ ആദ്യം ഇടണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ടീമിന്റെ യാത്രയും നമ്മുടെ ഈ ബിസിനസിന്റെ യാത്രയും എങ്ങനെ പോകണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ നമ്മൾ നമ്മുടെ അപ്ലയൻസുമായിട്ട് ചേർന്നിരുന്നുകൊണ്ട് ആ ഒരു റൂട്ട് കറക്റ്റ് ചെയ്യണം. അതാണ് പൈപ്പ് ലൈന്. ഏറ്റവും അവസാനത്തെ പി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് തന്നെയാണ് ഇതിന്റെ വിജയം. ഒരു ടാർഗറ്റ് റിവ്യൂ നമുക്ക് ഉണ്ടായിരിക്കണം. എന്തൊക്കെ ടാർഗറ്റ് വേണം? നമുക്ക് എല്ലാവരും പറയും ഡ്രീം എഴുതി വെക്കും എന്ന് പറയുമ്പോൾ പലരും എഴുതി വെക്കുന്ന ഡ്രീമുകൾ നമുക്കറിയാം. വലിയ വീട് വെക്കണം, 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കണം, ഒരു 20 ലക്ഷം രൂപന്റെ കാറ് വാങ്ങണം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സ്വപ്നങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മൾ ഡ്രീം എഴുതാൻ പറയുമ്പോൾ പലരും ഒതുങ്ങിക്കൂടുന്നത്. സത്യത്തിൽ നമുക്ക് അങ്ങനെ ആണോ നമ്മുടെ ഉത്തരവാദിത്വം? നമുക്ക് ഒരു ടാർഗറ്റ് റിവ്യൂ എന്ന് പറഞ്ഞാല് നമ്മുടെ ടീമിന്റെ മൊത്തം ടാർഗറ്റ് ആയിരിക്കണം. നമ്മുടെ ടീമില് നമ്മൾ റാങ്ക് ബേസ് പോലും നമ്മൾ ഓരോ 3 മാസത്തേക്കുള്ള ടാർഗറ്റ്, റാങ്ക് ബേസ് പോലും നമ്മൾ ഇപ്പൊ തന്നെ എന്റെ ടീമിൽ ഇത്ര ആളുകളെ പുതിയതായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത ആളുകളെ ഇത്ര സമയം കൊണ്ട് ഞാൻ TC റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് ടീമിലേക്ക് മൊത്തം സ്പ്രെഡ് ചെയ്യണം. സത്യത്തിൽ നമ്മളൊരു ടൈം ബേസ് ചെയ്തിട്ട് ടാർഗറ്റ് വെച്ചാൽ, എന്റെ ഒരു അനുഭവം വെച്ച് ടൈം ബേസ് ചെയ്ത് ടാർഗറ്റ് വെച്ചത് ശരിയാണെങ്കിൽ അത് 2 or 3 ടീം മീറ്റിങ്ങുകളിലോ നല്ല നല്ല പ്രോഗ്രാമുകളിലോ ശക്തമായ രീതിയിൽ അനൗൺസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കും. അത് പറയാനുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം മതി. കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തും. ഇത് നമ്മൾ മറച്ചു വെച്ച് അതായിക്കോളും, അത് ഞാൻ ആയിക്കോളും, ഞാൻ എത്തിക്കോളും, ഞാൻ എത്തും, എനിക്കറിയാൻ എത്തും, അങ്ങനെ നമ്മൾ ഒതുങ്ങിക്കൂടുന്നാതെ അതിങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്താൻ നമ്മുടെ ടീമിനെ കൊണ്ട് നമുക്ക് സാധിക്കണം. പ്രഖ്യാപനങ്ങൾ നടത്തിക്കണം. ഞാൻ ഇന്ന സമയത്ത് TC ആവും, ഇന്ന സമയത്ത് ATC ആവും, ഇന്ന സമയത്ത് ഞാൻ എന്റെ ടീമില് ഞാൻ ഇത്ര TCകൾ എത്ര സമയം കൊണ്ട് ഉണ്ടാക്കും. ഒരു TC ആകാത്ത ഒരാളെ ഏകദേശം ഒരു 1.5 ലക്ഷം ബിസിനസ് വോളിയം 2 ഓർഗനൈസേഷനിൽ ആയ ആളെ കൊണ്ട് എടുപ്പിക്കേണ്ട ഒരു ടാർഗറ്റ് എന്താന്ന് വെച്ചാൽ അയാൾ ഇന്ന് TC ആവും എന്നുള്ളതല്ല. അയാളെ കൊണ്ട് എടുപ്പിക്കേണ്ട ടാർഗറ്റ് അദ്ദേഹം TC ആയിരുന്നത് ഓട്ടോമാറ്റിക് 1 ലക്ഷം കൂടി ആവുമല്ലോ. അദ്ദേഹം പറയേണ്ടത് 3 മാസത്തിനുള്ളിൽ ഞാൻ 2 ഓർഗനൈസേഷനിൽ ഓരോ TCകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പം അതാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞാൻ ഭയങ്കര കച്ചവടക്കാരനാണ്, ഇന്ന് ഞാൻ 40 പേസ്റ്റ് വിറ്റു, ഞാൻ ഒരാവശ്യമില്ലാത്ത 60 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് കൊണ്ട് ഈ 4 ഉമൻ കമ്പാനിയും വിറ്റു. എന്ത് കാര്യത്തിനാണ് ആ അമ്മയ്ക്ക് ആ ഉമൻ കമ്പാനിയും കൊടുത്തത് അറിയില്ല. പക്ഷെ എന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ഉമൻ കമ്പാനിയനാണ് അതവിടെ കൊടുത്ത് കാശാക്കി. ആ ഒരു സിസ്റ്റം അല്ല, ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു പെർഫോമൻസ്. നാളെ നമ്മളെ കാണുമ്പോ ഒരാളും ഭയക്കരുത്, അദ്ദേഹം വരുന്നുണ്ട് എന്തോ വെച്ച് പിടിപ്പിക്കാൻ ആളാണ് എന്നുള്ള രീതിയിലേക്കല്ല. നമ്മൾ കൃത്യമായ ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ ടാർഗറ്റ്, ഒരു ടീം ടാർഗറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ സർവശക്തനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. എന്താണ് പലർക്കും തീരുമാനം എടുക്കാനുള്ള വിഷമം എന്നറിയാം. നമ്മൾ ചെന്ന് പറയുമ്പോൾ തീരുമാനം എടുക്കാനുള്ള വിഷമം ഒന്ന് ക്ലാരിറ്റി കുറവാണ്. ക്ലാരിറ്റി കുറവുകൊണ്ടാണ് പലർക്കും തീരുമാനം എടുക്കാനുള്ള വിഷമം വരുന്നത്. ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ കമ്പനി എന്താണ്, കമ്പനി എന്ന് സ്ഥാപിച്ചു, എവിടെ സ്ഥാപിച്ചു, കമ്പനിക്ക് എന്തെല്ലാം അംഗീകാരങ്ങളുണ്ട്, കമ്പനിന്റെ R&D ആരൊക്കെയാണ്, കമ്പനിന്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണ്, കമ്പനിയുടെ സർട്ടിഫിക്കേഷനുകൾ എന്തൊക്കെയാണ്, കമ്പനിക്കുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ആ പ്രൊഡക്റ്റുകൾ എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഇത് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ അവോയ്ഡ് ചെയ്യില്ല. ഈ ക്ലാരിറ്റി കുറവാണ് പല ആളുകളും തീരുമാനം എടുക്കാൻ ഡിലേ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ക്ലാരിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. രണ്ടാമത് ഒരാളൊരു ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് വരാനുള്ള രണ്ടാമത്തെ ഒരു കാരണം ഫിയർ ഓഫ് ഫെയിലിയർ എന്നാ പറയാ. പരാജയപ്പെടുന്നുള്ള പേടി. എന്താണ് പരാജയം? പരാജയം സത്യത്തിൽ നമ്മൾ സ്വയം ഉണ്ടാക്കണല്ലേ. പരാജയം എന്ന് പറഞ്ഞ ഒരു വേർഡിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ സത്യത്തിൽ? ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയം. ആരുടെ ആര് പരാജയപ്പെടാൻ പോകുന്നു? പ്രത്യേകിച്ച് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ബിസിനസ്സിൽ എന്താണ് പരാജയപ്പെടാൻ? എന്ത് പരാജയമാണ് ഉണ്ടാകാൻ പോണത്? നമ്മൾ ഇവിടെ വല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ എന്തെങ്കിലും നമ്മൾ ശക്തമായ ഒരു കമ്മിറ്റ്മെന്റ് ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കുകയാണെങ്കിൽ
നമ്മുടെ പരാജയമല്ല, ഒരുപാട് ആളുകളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ പരാജയവും വിജയത്തിനേക്കാൾ ഉപരി എനിക്കൊരു വലിയൊരു സമൂഹത്തിന്റെ, ഞാൻ എന്റെ ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ വിജയവും അവരുടെ ഹെൽത്തും ആണ് ഉത്തരവാദിത്വം നിൽക്കുമ്പോൾ ആ ഫെയിലിയർ മാറിക്കിട്ടി. ഈ ഫെയിലിയർ, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്ട് പലരുടെയും മൈൻഡിലുള്ള. ഞാനത് ചെയ്താൽ വിജയിക്കും, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? താങ്കളെ പോലെ സംസാരിക്കാൻ എനിക്കറിയോ? വേണ്ടല്ലോ. എന്നെ പോലെ സംസാരിക്കാൻ എന്റെ സംസാരം അദ്ദേഹത്തിന് യൂസ് ചെയ്യാലോ. അദ്ദേഹത്തിന് മറ്റൊരു കഴിവുണ്ടാവില്ലേ? ആ കഴിവ് എനിക്ക് യൂസ് ചെയ്യാലോ. എന്തെങ്കിലും കഴിവില്ലാത്ത ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടോ? ദൈവം തമ്പുരാൻ പല വിവിധ കഴിവുകളോട് കൂടി ആ കഴിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ആ കഴിവുകളെ എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ കയറിയ ഏകദേശം 340 ആളുകൾക്കും 340 ആളുകൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടാവും. ഈ വ്യത്യസ്തമായ കഴിവുകൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ഈ ഒരു ബിസിനസ് എവിടെയാണ് എത്താൻ പോണത് അല്ലെ? ഇതിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുണ്ടാവും, പ്ലാൻ പറയാൻ കഴിവുള്ള ആളുണ്ടാവും, പ്രൊഡക്റ്റ് നോളജ് കൂടുതലുള്ള ആളുണ്ടാവും, മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുള്ള ആളുണ്ടാവും, ആളുകളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള കഴിവുള്ളവരുണ്ടാവും, പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. അപ്പം ഇത് നമുക്ക് ആ ഫെയിലിയർ മാറ്റാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അദ്ദേഹത്തെ നമ്മൾ പറയും ക്വസ്റ്റ്യൻസ് ഈസ് ദ ആൻസർ എന്ന് പറയും. ക്വസ്റ്റ്യൻ തന്നെയാണ് ആൻസർ. താങ്കൾക്ക് നമ്മളോട് ചോദിക്കാണ് എന്താണ് ഇത് വിജയിക്കോ എന്ന് വെച്ചാൽ താങ്കൾക്ക് വിജയിക്കണ്ടേ? ഇങ്ങോട്ട് ചോദിച്ച ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മതി. സമയക്കുറവാണ്, ചില ആളുകൾ പറയും സമയക്കുറവാണ്, താങ്കൾക്ക് സമയം വേണോ? സമയം കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് മാത്രമല്ല കൊടുക്കുന്നത്, സമയമുണ്ട് നമ്മുടെ അടുത്ത് കൊടുക്കാന്. അപ്പൊ താങ്കൾക്ക് സമയം വേണോ? എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റി നോളജ് ഇല്ല, പ്രൊഡക്റ്റിനെ പറ്റി നോളജ് വേണോ? എന്താണ് ഇങ്ങോട്ട് ചോദിക്കണം? ആ ചോദ്യം തന്നെ തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ മതി, വേറെ ഒരു വിഷയമില്ല. നമുക്ക് എല്ലാവർക്കും സ്വയം ഏറ്റെടുക്കാം. എന്റെ ടൈം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. സംസാരിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊരു സദസ്സ് കിട്ടുകയാണെങ്കിലോ ഒരു വേദി കിട്ടുകയാണെങ്കിലോ അവസാനം MC വന്നിട്ട് മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങാറാണ് മിക്കവാറും. അപ്പൊ എന്തായാലും ഇവിടെ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സമയം 6:47. സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ. സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ. സ്റ്റാർട്ട് വിത്ത് സ്മോൾ ആക്ടിവിറ്റീസ് വിത്ത് എനർജി, പവർഫുൾ മൈൻഡ്. എന്താണ് പവർഫുൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ, ശക്തമായ ഒരു ടീം എന്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞാലും എന്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയ, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയും ഇവിടെ ബാക്കി അവശേഷിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തുക, അവരെ കണ്ടെത്തിയിട്ട് ഈ ഒരു അവസരം ലോകം മുഴുവൻ എത്തിക്കുക. നമ്മുടെ കമ്പനി ഇന്റർനാഷണൽ ലെവലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കണം എന്ന് മാത്രം പറയുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇനിയും എനിക്ക് തരണം എന്ന് ഞാൻ ഇതിന്റെ സംഘാടകരോട് ആവശ്യപ്പെടുകയാണ്. കാരണം എനിക്ക് മോട്ടിവേഷൻ കിട്ടാനാണ് സത്യത്തിൽ ഞാൻ സംസാരിച്ചത്. അപ്പൊ ആ ഒരു സംസാരം നിങ്ങൾക്കും കൂടി പ്രയോജനപ്പെട്ടെങ്കിൽ അത് ദൈവത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരു കട്ടായിട്ട് നിന്നിട്ട് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ വിവിധ ടീമുകളായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്ലാറ്റ്ഫോമിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്, വലിയൊരു സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തമുണ്ട്, വലിയ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ട, സാമ്പത്തികമായി ആരോഗ്യപരമായി ഒരുപാട് ആളുകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ചെറിയ കാര്യങ്ങളൊന്നല്ല നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി ശക്തമായ ആക്ഷനോടുകൂടി, ശക്തമായ തീരുമാനം എടുത്തുകൊണ്ട്, ഒറ്റ മനസ്സോടുകൂടി, ഒരേ ചിന്തകളോടുകൂടി അപ്ലയൻസിനെ 100% അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഓരോരുത്തരും മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ എല്ലാവർക്കും വിജയിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.